ആരൊക്കെയാണ് ഈ മുട്ട അവിയൽ വെച്ചിട്ടുള്ളത്? വെക്കാറുണ്ടോ ആരെങ്കിലും അങ്ങനെ? നമ്മൾ സാധാരണ പച്ചക്കറി അവിയൽ വയ്ക്കും, അതുപോലെ നമ്മൾ മുട്ട അവിയലും ഞാൻ രാവിലെ വയ്ക്കാൻ വേണ്ടി എടുത്തപ്പോഴാണ് ഞാനോർത്ത് എന്നാൽ പിന്നെ ആരുടെ എല്ലാവരും ഇതുപോലെ വയ്ക്കാറുണ്ടോ എന്ന് ഒന്ന് ചോദിക്കാമെന്ന് ഓർത്തത്. ഇത് കണ്ടോ, ഇത് മുട്ട അവിയലിന് ഞാൻ അരിഞ്ഞ് വെച്ചിരിക്കുന്നതാണ്. നമ്മുടെ ഉരുളക്കിഴങ്ങ്, മുരിങ്ങയ്ക്ക, സവാള, പച്ചമുളക്, പിന്നെ നമ്മൾ ഇപ്പോഴെല്ലാവരും ഇങ്ങനെ ഒരു ചെറിയ തക്കാളിയും കൂടെയൊക്കെ ഇടുന്നുണ്ട് കേട്ടോ. ഞാൻ സാധാരണ ഇടാറില്ല. അപ്പോൾ ഞാനോർത്ത് ഇന്നൊന്ന് ഇടാമെന്ന്. ഒരു ദിവസം ഞാൻ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ അമ്മയൊക്കെ വെച്ചിട്ടുള്ളതെന്ന് പറഞ്ഞാൽ അപ്പോഴൊന്നും തക്കാളിയൊന്നും ആരും ഇടാറില്ല. അപ്പോൾ ഇപ്പോൾ തക്കാളിയും കൂടെ ഇരുന്നോട്ടെ, എന്നാൽ നമുക്ക് നോക്കാമല്ലോ എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതൊക്കെ കൂടെ നമ്മൾ വേവിക്കും. മഞ്ഞൾപ്പൊടി, ഇച്ചിരി മഞ്ഞൾപ്പൊടിയും കൂടെ ഇട്ട് വേവിച്ചിട്ട് നമ്മൾ ഇതേണ്ടോ നമ്മുടെ തേങ്ങയിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഞാൻ മുളക് പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഒരിച്ചിരി മഞ്ഞൾപ്പൊടി, വെളുത്തുള്ളി, ജീരകം, കറിവേപ്പില, പിന്നെ ഒരു പച്ചമുളകും കൂടെ. പച്ചമുളക് ഞാൻ അരിഞ്ഞിടുന്നത് കുറച്ചേ ഇടാറുള്ളൂ. മക്കൾക്ക് പച്ചമുളക് കടിക്കുന്നെങ്കിൽ പിന്നെ അവരത് കഴിക്കില്ല. അത് കാരണം ഞാൻ മിക്കവാറും അരയ്ക്കാറാണ് പതിവ്. അപ്പോൾ നമ്മുടെ ഇതിന് ഇതൊക്കെ മുളക് പൊടിയൊക്കെ കുറച്ച് മതി മുട്ട അവിയലിന്. അപ്പോൾ നമുക്കിതെല്ലാം വെച്ച് ഒരു മുട്ട അവിയൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ഞാൻ കഷ്ണങ്ങളെല്ലാം വേവിച്ചു. നമ്മുടെ അരപ്പിട്ടു. അരയ്ക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ അവിയലിന് അരയ്ക്കുന്ന പോലെയല്ല, ഇതിന് കുറച്ചും കൂടെ നന്നായിട്ട് അരയ്ക്കണം. തീരെ മഷിയാവണ്ട, അല്ലാതെ ഒരു പരുവത്തിൽ അരയ്ക്കണം. അവിയലിന് നമ്മൾ സാധാരണ അവിയലിന് നമ്മൾ ചെറുതായിട്ടൊന്ന് അരച്ചെടുക്കുകയല്ലേ ചെയ്യുന്നത്, അതിനേക്കാളും കുറച്ചും കൂടെ അരച്ച് നമ്മുടെ അരപ്പൊക്കെ ഇട്ട് നമ്മുടെ ഉപ്പെല്ലാം നോക്കി എല്ലാം ചെയ്തതിന് ശേഷം നമ്മൾ അതിൻ്റെ പുറത്ത് മുട്ട വെച്ച് കൊടുക്കുക. മുട്ട നമ്മുടെ വേവിച്ച മുട്ടയാണ്. നമുക്ക് എത്ര മുട്ട വേണമെങ്കിലും വയ്ക്കാം. എനിക്കിപ്പോൾ 3 മുട്ടയുടെ ആവശ്യമേ ഉള്ളൂ. അത് കാരണം ഞാൻ 3 വെച്ചു. നമുക്ക് ഇങ്ങനെയൊക്കെ വീഡിയോ അധികം ചെയ്തിട്ടില്ലാത്ത കാരണം പറയുമ്പോൾ നമുക്ക് എല്ലാം കിട്ടുന്നില്ല. അല്ല, നമ്മൾ മുട്ട വെച്ചതിന് ശേഷം അധികം അങ്ങനെ ഇളക്കി മറിക്കാതിരുന്നാൽ കൊള്ളാം. നമ്മളിതാ എൻ്റെ പുറത്തുകൂടെ എൻ്റെ അരപ്പ്, എൻ്റെ ചാറൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് എൻ്റെ ചാറൊക്കെ കോരി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ല പച്ച വെളിച്ചെണ്ണയും ഒഴിച്ച് കരിവേപ്പിലയിട്ട് എടുത്ത് ചോറിൻ്റെ കൂട്ടത്തിൽ കഴിച്ചിട്ട് എല്ലാവരും ഒന്ന് അഭിപ്രായം പറയണേ എങ്ങനെയുണ്ടെന്ന് മുട്ട അവിയൽ. അഥവാ എല്ലാവരും വയ്ക്കുന്നുണ്ടായിരിക്കാം, വയ്ക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ ഇതുപോലെ ഒന്ന് വെച്ച് നോക്കണം, നമുക്ക് വെറൈറ്റി ആയിട്ട് കേട്ടോ. ഓക്കെ, ഇഷ്ടപ്പെട്ടോ എല്ലാവർക്കും നമ്മുടെ മുട്ട അവിയൽ? എല്ലാം റെഡിയായി. ഇനി നന്നായിട്ട് വറ്റണം, വെള്ളം പാടില്ല. അപ്പോൾ ഇത് ഇച്ചിരി ഒന്ന് വറ്റി വരുമ്പോഴത്തേക്കും ആണ് നമ്മുടെ വെളിച്ചെണ്ണയും കറിവേപ്പിലയൊക്കെ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ.